ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു മോർണിംഗ് റൊട്ടീൻ നോക്കിയാലോ. രാവിലെ അടുക്കളയിൽ കയറിയാൽ ആദ്യം ചെയ്യുന്ന പണി എന്ന് പറയുന്നത് മുട്ട വേവിക്കാൻ വെക്കുവേ. മുട്ടയോടൊപ്പം ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ചീനിക്കിഴങ്ങും കൂടെ ഇടുന്നുണ്ട്. ചീനിക്കിഴങ്ങും പിന്നെ കുറച്ച് പഴവും കൂടെ ഇട്ട് അതങ്ങ് വേവിക്കാൻ മാറ്റി വയ്ക്കും. അത് കഴിഞ്ഞിട്ട് ഉച്ചത്തെ ലഞ്ചിനായിട്ടുള്ള പണിയാണ്. അപ്പോൾ ചേട്ടന് ചോറ് കൊണ്ടുപോകണമല്ലോ, അതുകൊണ്ട് തന്നെ രാവിലെ ഉച്ചത്തെ കറികളൊക്കെ കൂടെ സെറ്റാക്കി വെക്കും. ഇത് രാവിലെ 4 മണിക്കുള്ള റൊട്ടീനാണ്. അപ്പോൾ അവിയലിന് വേണ്ടിയിട്ടുള്ള മലക്കറി കുക്കറിൽ വെച്ചു. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും അല്പം ഉപ്പും കൂടെ ഇട്ടിട്ട്, വെള്ളം വേണമെങ്കിൽ ഒരല്പം ഒഴിച്ചു കൊടുത്താൽ മതിയാവുക. ഇട്ട് നമ്മളത് അടച്ചു വെച്ച് ഒരു 2 അല്ലെങ്കിൽ 3 വിസിൽ കേൾക്കുമ്പോഴത്തേക്കും അതങ്ങ് മാറ്റി വെക്കും. എന്നിട്ട് അടുത്ത പാൻ വെച്ച് കുറച്ച് പയറിരിപ്പുണ്ടായിരുന്നു, അത് മെഴുക്ക് വരട്ടാന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അല്പം കടുവിട്ട് നല്ല പൊട്ടിയതിന് ശേഷം കറിവേപ്പില വേണമെങ്കിൽ ഇടാവേ, ഞാൻ ഇട്ടിട്ടില്ല. ആ പയറ് നമുക്ക് പാനിലേക്ക് ഇടാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ട് നമുക്കിനി സവാള കൂടെ വേണേ. അപ്പോൾ ഒരുപാട് പയറില്ലാത്തതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരൊറ്റ സവാളയെ എടുക്കുന്നുള്ളൂ. അപ്പോൾ സവാള കൂടെ നന്നായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ പാനിലേക്ക് ഇതുകൂടെ ചേർത്ത് കൊടുക്കാവേ. ഇതൊക്കെ ചേർത്ത് നല്ലപോലെ നമ്മൾ വഴറ്റി ഒരല്പം ഉപ്പ് കൂടെ ആഡ് ചെയ്യണേ. ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് ചിലപ്പോഴൊക്കെ ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് വെക്കാറുണ്ട്. ഇന്ന് ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡാക്കി കൊടുത്ത് അതങ്ങ് അടച്ചു വെച്ചു. ഇനി ഈ സമയം കൊണ്ട് നമുക്ക് സാധാരണ രാവിലെ എഴുന്നേറ്റ് വന്ന ഉടനെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതാണ്. അപ്പോൾ ഇതൊന്ന് സെറ്റാക്കിയതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാമെന്ന് കരുതി. ഓക്കെ, അപ്പോൾ വെള്ളമൊക്കെ കുടിച്ച് കഴിയുന്നതിന് ശേഷം അടുത്ത നമ്മുടെ പണിയെന്ന് പറയുന്നത്, ഒരു കപ്പയ്ക്ക മേടിച്ചിട്ടുണ്ടായിരുന്നേ. ഇടയ്ക്കിടയ്ക്ക് ഇപ്പം കപ്പയ്ക്ക മേടിക്കാറുണ്ട്. അപ്പോൾ അത്യാവശ്യം വലിയൊരു കപ്പയ്ക്കയാണ്. അതിൻ്റെ പകുതിയെ ഞാൻ ഇപ്പോൾ എടുക്കുന്നുള്ളൂ, ബാക്കി പകുതി പിന്നെ എടുക്കാം. ഇപ്പോൾ അതിൻ്റെ ആവശ്യമുള്ളൂ, എനിക്കും ചേട്ടനും മാത്രം മതി ഇപ്പോൾ. അപ്പോൾ കപ്പയ്ക്ക എന്ത് ചെയ്യുക, നമ്മൾ അതിൻ്റെ തോലൊക്കെ നല്ലപോലെ കട്ട് ചെയ്ത് വാഷ് ചെയ്ത് എടുക്കുക. അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. പിന്നെ ഈ പപ്പയ്ക്കയ്ക്ക് കുരു ഇല്ലടേ. ഓക്കെ, അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റി വെച്ചു. ഇനി ഈ സമയത്ത് രാവിലത്തേക്ക് എനിക്കും ചേട്ടന് വേണ്ടിയിട്ടുള്ള ചായക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പാല് അല്പം ലേശം പാലേ എടുത്തിട്ടുള്ളൂ, കുറച്ച് പാലെടുത്തു. അതിലേക്ക് നമ്മൾ പൊടിയിട്ട് അത് പൊങ്ങി വന്ന് മാറ്റിയതിന് ശേഷം നമ്മൾ റൈസ് കുക്കറിലാണ് രാത്രി ചോറ് വെക്കാറ്. അപ്പോൾ അതിൽ ചേട്ടൻ ആവശ്യമുള്ള ചോറ് മാത്രം എടുത്ത് മാറ്റി ഒന്ന് തിളപ്പിച്ചിട്ട് അത് മാറ്റി വെച്ചു. ഓക്കെ, ആ സമയം കൊണ്ട് നമ്മുടെ ചേട്ടൻ വന്ന് നമ്മുടെ കപ്പയ്ക്കൊക്കെ കട്ട് ചെയ്തു. അപ്പോൾ അവിയലിൻ്റെ കൂട്ടൊക്കെ അരച്ച് അവിയലും അതുപോലെ വെഴുക്കുവരട്ടും സെറ്റാക്കിയിട്ടുണ്ട്. ഫ്രൂട്ട്സ് എല്ലാം അരിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞങ്ങളുടെ റൊട്ടീൻ എന്ന് പറയുന്നത് അടുത്ത ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ഡാർക്ക് ചോക്ലേറ്റ്, അമൂലിൻ്റെ ഡാർക്ക് ചോക്ലേറ്റ് എടുത്ത് 2 പേരും ഒരു പീസ് വെച്ച് കഴിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ ഞാനും ചേട്ടനും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ കുറേ ഷോസ്, വെറും ഷോസ്. ഓക്കെ, കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഒന്ന് എടുത്തിട്ട് നമ്മൾ ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. 5 മണിയാകുമ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ജിമ്മിൽ പോവുക. 5 മണിക്ക് ജിമ്മ് തുറക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ജിം എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ജിമ്മിലോട്ട് എൻട്രി ആയിട്ടുണ്ട്. ഇനി അവിടുത്തെ വിശേഷങ്ങൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഉടനെ തന്നെ ഷൂസൊക്കെ ഇട്ട് സെറ്റായതിനു ശേഷം ഞങ്ങൾ വാമപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നേ, പക്ഷെ അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ വാമപ്പ് ചെയ്തതിന് ശേഷം ബാക്കിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇന്നത്തെ എക്സസൈസ് എന്ന് പറയുന്നത് വിങ്സിനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി അങ്ങോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ലാസ്റ്റത്തെ വർക്കൗട്ട്. ഇതും കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങുവാണേ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യണേ. ഓക്കെ, ബൈ.